ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ജയിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ഫിലദൽഫിയ സഭയോട് പറയുന്ന കാര്യങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ക്രിസ്തു ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ അതിന്റെ 7-ാം വാക്യത്തിൽ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അതെ, ഇവിടെയും കർത്താവ് ആ സഭയോടും പ്രവൃത്തി അറിയുന്നു എന്ന് മറ്റ് പലരോടും പറഞ്ഞതുപോലെ ഇവിടെയും പറയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഫിലദൽഫിയ സഭയെക്കുറിച്ചും സ്മുർന സഭയെക്കുറിച്ചും യാതൊരു കുറ്റവും പറയുന്നില്ല എന്നതും നമുക്ക് ശ്രദ്ധേയമായി കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ക്രിസ്തു ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, അതായത് ദൈവരാജ്യത്തിലേക്കുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള അധികാരം ക്രിസ്തുവിന് ഉണ്ട് എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ: ഒന്ന്, സ്വർഗത്തിന്റെ വാതിൽ; 2, ക്രിസ്തുവിനെ സേവിക്കുന്നതിനുള്ള അവസരത്തിന്റെ വാതിൽ. അതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അനേകരുടെ മുമ്പിൽ ഈ വാതിൽ തുറക്കുവാൻ ക്രിസ്തു സന്നദ്ധനാണ്. എന്നാൽ അതിന് അവർ തന്നെ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നാം പഠിക്കുമ്പോൾ ചിലത് തുറക്കുകയും ചിലത് അടയ്ക്കുകയും ചെയ്യുന്നവനെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. അതേ, തന്റെ അടുക്കലേക്ക് വിശ്വസ്തയോടെ കടന്നു ചെല്ലുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഫലവും വിശാലവുമായ വാതിൽ പൗലോസിന്റെ മുമ്പിൽ തുറന്നതുപോലെ തുറക്കുകയും, എന്നാൽ ലോകമോഹങ്ങളിലേക്കും ലോകത്തിലേക്കും പൈശാചികന്റെ വഴികളിലേക്കുമുള്ള ചില വാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു തുറക്കുന്ന വാതിലിലൂടെ മുൻപോട്ട് പോകുവാൻ തയ്യാറുള്ളവരുടെ മുൻപിൽ ആ വാതിൽ വിശാലമായി തുറന്നു കൊടുക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. ഇവിടെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും എന്നും പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അഥവാ യഹൂദന്മാർ മാത്രമാണ് യഥാർത്ഥ ദൈവവിശ്വാസികൾ എന്ന നിലയിൽ അവർ വ്യാമോഹിച്ച് നടന്നു. അവർ ക്രിസ്ത്യാനികളെ പലപ്പോഴും എതിർത്തു. അങ്ങനെയുള്ളതാകുന്ന ചിലരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ സാത്താന്റെ നേരിട്ടുള്ള ആക്രമണങ്ങളും ഇതിന്റെ എല്ലാം നടുവിലും ഈ സഭയെ കർത്താവ് നിലനിർത്തുന്ന അനുഭവങ്ങളാണ് അവിടെയും കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ വരുവാനുള്ള പരീക്ഷാകാലത്ത് നിന്നെ കാക്കും എന്നും കർത്താവ് ഈ സഭയോട് പറയുകയാണ്. പരീക്ഷാകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിനെ പിൻപറ്റുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെയും മുൻപിൽ എപ്പോഴും പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷകനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ തന്നെ വരുവാനുള്ള പരീക്ഷാകാലം, മഹോപദ്രവ കാലഘട്ടം വരുവാനിരിക്കുന്നതാണ്. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിന് മുൻപായി ക്രിസ്തു വന്ന് തന്റെ സഭയെ ചേർക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഫിലദൽഫിയ സഭയോട് മാത്രമല്ല എക്കാലത്തുമുള്ള സഭയോടുള്ള ദൂതായിട്ട് മുൻ സഭകളെ കുറിച്ച് നമ്മൾ കണ്ടതുപോലെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ തന്നെ ജയിക്കുന്നവനെ എന്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അഥവാ ദൈവവും ക്രിസ്തുവും തന്നെയാണ് ഈ ആലയം എന്നത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ആലയത്തിലെ തൂണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ യഥാർത്ഥ സംരക്ഷണത്തെ കുറിച്ച്,
കർത്താവിലുള്ള ആ പൂർണ്ണമായ നിലനിൽപ്പിനെ കുറിച്ച് ഒക്കെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. പിന്നീട് ഇവിടെ പറയുന്നത് പുതിയ യെരൂശലേമിന്റെ നാമം അവരുടെ മേൽ എഴുതും. അഥവാ ദൈവരാജ്യത്തിലെ പ്രജകൾ എന്ന ആ നാമമാണ് അവരുടെ മേൽ എഴുതുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ വെറുത്ത്, ലോക ഇമ്പങ്ങളെ വെറുത്ത്, ലോകമോഹങ്ങളെ വെറുത്ത് മുൻപോട്ട് പോകുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹമാണ് ഈ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിലും ദൈവജനത്തോട് കർത്താവിന് പറയുവാനുള്ളത്. അപ്രകാരം ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് നീങ്ങാം. ആ അനുഗ്രഹത്തിന് അവകാശികളായി മാറാം. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാമല്ലോ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച്, 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. സഞ്ജയത്തിൻ